വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിന് കർക്കശ വ്യവസ്ഥകൾ അടങ്ങുന്ന ഭേദഗതി, അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA. ഇതാണ് രാജ്യം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. പറയുമ്പോൾ ഒരു ബില്ല് നിസ്സാരം, പക്ഷേ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ലക്ഷ്യം ന്യൂനപക്ഷ തകർച്ച മാത്രമാണ്. ഭരണഘടന മതന്യൂനപക്ഷങ്ങൾക്കും അവർ നടത്തുന്ന ധർമ്മസ്ഥാപനങ്ങൾക്കും നൽകുന്ന അവകാശങ്ങൾ കവർന്നെടുക്കുക എന്നതാണ് FCRA എന്ന ബില്ലിലൂടെ കേന്ദ്ര സർക്കാരിന്റെ ഗൂഢലക്ഷ്യം. വിദേശ ഫണ്ട് ഉപയോഗിച്ച മതന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് മതപരിവർത്തനം നടത്തുന്നു എന്ന RSSന്റെ കാലങ്ങളായുള്ള ആരോപണത്തിന്റെ ചുവട് പിടിച്ചാണ് ഈ ഭേദഗതി. ഇത് മതനിരപേക്ഷ മൂല്യങ്ങളെ പാടെ തകർത്തെറിയുകയാണ്. ഭേദഗതി ബില്ലിലെ ഏറ്റവും മാരകമായ വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ, വിദേശ സംഭാവന സ്വീകരിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ പുതുക്കി കിട്ടാതിരിക്കുകയോ റദ്ദായ ലൈസൻസ് നിശ്ചിത കാലാവധിക്കകം പുനഃസ്ഥാപിക്കുകയോ ചെയ്താൽ പ്രസ്തുത സ്ഥാപനങ്ങളുടെ ആസ്തി സർക്കാരിന്റെ നിർദ്ദിഷ്ട ഏജൻസിയിലേക്ക് സ്വാഭാവികമായും കൈമാറ്റം ചെയ്യപ്പെടും. ന്യൂനപക്ഷങ്ങളുടെ ഏതൊരു സ്വത്തും അത് ആരാധനാലയമാണെങ്കിൽ പോലും ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരം നൽകുമെന്ന് സാരം. അക്ഷരാർത്ഥത്തിൽ പിടിച്ചുപറി. അതാണ് FCRA. ഇനി ലൈസൻസ് പുതുക്കി കിട്ടിയാൽ പ്രശ്നം തീരുമല്ലോ എന്ന വാദത്തിനും ഇവിടെ പ്രസക്തിയില്ല. കാരണം ലൈസൻസ് പുതുക്കി നൽകാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനാവുമ്പോൾ സ്വാഭാവികമായും സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടി ലൈസൻസ് നിഷേധിക്കാനും വസ്തുവകകൾ പിടിച്ചെടുക്കാനും സർക്കാരിന് നിഷ്പ്രയാസം സാധിക്കും. നിശ്ചിത സമയത്തിനുള്ളിൽ ലൈസൻസ് പുതുക്കിയില്ലെങ്കിൽ വിദേശ സംഭാവന സ്വീകരിക്കുന്നതിനുള്ള അനുമതി പത്രവും കാലഹരണപ്പെടും. എപ്പോൾ വേണമെങ്കിലും ഏത് സ്ഥാപനത്തിൻ്റെയും വിദേശ സംഭാവനാ അനുമതി പത്രം റദ്ദാക്കാൻ കേന്ദ്രത്തിന് ഈ ബില്ലിലൂടെ സാധിക്കും. ചുരുക്കത്തിൽ മതന്യൂനപക്ഷങ്ങൾ നടത്തുന്ന ധർമ്മസ്ഥാപനങ്ങൾക്ക് വിദേശ സഹായം നിഷേധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കും. ഇനി ഇതിലെ കോൺഗ്രസ് പങ്കാണ് നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടത്. മതന്യൂനപക്ഷങ്ങൾക്കെതിരായ നിലവിൽ മോദി സർക്കാർ ദുരുപയോഗിക്കുന്ന FCRAക്ക് രൂപം നൽകിയത് കോൺഗ്രസ് ആണ്. രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്തുക എന്ന ലക്ഷ്യത്തിൽ 1976 അടിയന്തരാവസ്ഥ കാലത്താണ് ഇന്ദിരാഗാന്ധി FCRA കൊണ്ടുവന്നത്. 2010 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള രണ്ടാം UPA സർക്കാർ FCRAയിൽ ഭേദഗതികൾ വരുത്തി കൂടുതൽ കർക്കശമാക്കി. 2014 മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പലവട്ടം ഭേദഗതികൾ കൊണ്ടുവന്ന് നിയമത്തെ അടിച്ചമർത്തൽ സ്വഭാവമുള്ളതാക്കി. ഇന്ത്യയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ ഉയർന്ന ജനകീയ മുന്നേറ്റത്തെ അടിച്ചമർത്തുന്നതിനുള്ള പലവിധ ആയുധങ്ങളിൽ ഒന്നായിരുന്നു FCRA ചട്ടം. ലൈസൻസ് റദ്ദായാൽ വസ്തുവകകൾ സർക്കാരിന് പിടിച്ചെടുക്കാമെന്ന വ്യവസ്ഥ ഇപ്പോഴിതാ പുതിയ ഭേദഗതിയിലൂടെ മോദി സർക്കാർ കൊണ്ടുവരുന്നു. നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ ശേഷം 21,700 സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നഷ്ടപ്പെട്ടു എന്നാണ് അനൗദ്യോഗികമായ വിവരം. അതേസമയം RSSുമായി ബന്ധപ്പെട്ട് സ്ഥാപനങ്ങൾക്ക് പുതുതായി ലൈസൻസ് ലഭിക്കുകയും ചെയ്തു. എല്ലാവർക്കും ബാധകമായ ഭരണപരമായ നടപടിയല്ല ന്യൂനപക്ഷ വിവേചനം ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയമാണ് FCRA ഭേദഗതി. ഇന്ദിരാഗാന്ധി മോദി സർക്കാരുകൾ ഒരുപോലെ ലക്ഷ്യമിട്ടത് രാഷ്ട്രീയ വേട്ടയാണെന്ന് FCRAയിലൂടെ തെളിയുകയാണ്. ന്യൂനപക്ഷങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യം ഒരു ഭാഗത്തുള്ളപ്പോൾ കേന്ദ്ര നിയമത്തിന്റെ മറ്റൊരു വാൾത്തല ക്രൈസ്തവ സഭകൾക്ക് നേരെയാണ് എന്നത് ആശങ്കപ്പെടുത്തുന്ന മറ്റൊന്നാണ്. ക്രിസ്തുമസിനും ഈസ്റ്ററിനും ഓശാനിക്കുമെല്ലാം പള്ളിയിൽ പോയി സ്നേഹപ്രകടനം നടത്തുന്നവരാണ് സഭയ്ക്ക് നേരെ വാൾത്തല ഉയർത്തുന്നത്. വിരോധാഭാസം എന്നല്ലാതെ എന്തു പറയാൻ? മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി അടക്കമുള്ള സന്നദ്ധ സംഘടനകൾക്ക് FCRA ബിൽ വഴി ലൈസൻസ് റദ്ദ് ചെയ്തിട്ടുണ്ട് 2021-22 കാലഘട്ടത്തിൽ. അന്നും കോൺഗ്രസ് മൗനത്തിലായിരുന്നു. ഇന്നും ആ മൗനം കോൺഗ്രസ് തുടരുകയാണ്. കോൺഗ്രസും BJPയും രണ്ടല്ല, ഒന്നാണ്. ശരിക്കും ഇതല്ലേ യഥാർത്ഥ ഡീൽ?